ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസകരമെന്ന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി എസ് ദീപു മീഡിയ വണ്ണിനോട്. ഡിഎയുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ മാറി. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമുള്ള അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും സ്വാഗതാർഹമെന്നും എസ് ദീപു പറഞ്ഞു. ആശ്വാസകരമെന്ന് മാത്രമല്ല, വളരെ ആഹ്ലാദകരമാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പ്രത്യേകിച്ച്. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ക്ഷേമം എത്തിക്കുന്നതിന് തൽപരരായിട്ടുള്ള സർക്കാരിൻ്റെ ബഡ്ജറ്റാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവനക്കാരുടെ മേഖലയിൽ കുടിശ്ശികയുള്ള മുഴുവൻ ഡിഎയും തന്നു തീർക്കും. അതിൽ ആദ്യത്തെ ഗഡു ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കുമെന്നുള്ള പ്രഖ്യാപനം. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഡിഎയുടെ പ്രാബല്യ തീയതി മുതൽക്കുള്ള മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച അരിയർ ഡിഎ ഗഡുക്കൾക്കുള്ള പ്രാബല്യ തീയതി സംബന്ധിച്ച് അവ്യക്തത ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെ തന്നു തീർക്കാനുള്ള ബഡ്ജറ്റ് പ്രൊവിഷൻ വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം, അത് 3 മാസത്തിനകം കമ്മീഷൻ്റെ റിപ്പോർട്ട് വാങ്ങി ശമ്പള പരിഷ്കരണം നടപ്പാക്കും എന്നുള്ള പ്രഖ്യാപനം വളരെ സ്വാഗതാർഹവും ആഹ്ലാദകരവുമാണ്.